ഏറ്റവും അവസാനം അന്വേഷണം തന്ത്രിയിലേക്കും എത്തി നിൽക്കുകയാണ്. ഇനി എങ്ങനെയായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്? തന്ത്രി അകത്താകുമോ? ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയക്കാരിൽ നിന്ന് ഈ വിഷയമൊന്ന് തിരിച്ചുവിടേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ പത്മകുമാറിലേക്കും വാസുവിലേക്കും ഒക്കെ വന്നത് തന്നെ വലിയ കുഴപ്പമായിരിക്കുകയാണ്. പിന്നെ അതിനപ്പുറം വേറൊരിടത്തേക്ക് പോകരുത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം തന്ത്രിയിലേക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് തന്ത്രിയിലേക്ക് അന്വേഷണം തിരിച്ചു വിട്ടിരിക്കുന്നത് എന്നാണ് പിന്നാമ്പുറ കഥകൾ. വേണ്ടി നീക്കമാണോ? SIT നിഷ്പക്ഷമാണ്, കോടതിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോഴും SITയുടെ മുഴുവൻ ടീമിനെയും നിയന്ത്രിക്കാൻ ഇവിടുത്തെ DGPക്ക് കഴിയും, DGPയെ നിയന്ത്രിക്കാൻ മറ്റു പലർക്കും കഴിയും, ഭരണത്തിലിരിക്കുന്നവർ കഴിയും. അപ്പോൾ അങ്ങനെ ഈ ഇലക്ഷൻ തീരുന്നവരെ 11-ാം തീയതി വരെയെങ്കിലും, 2ാം ഘട്ടം തീരുന്നവരെയെങ്കിലും തന്ത്രിയെ ചുറ്റിപ്പറ്റിയും ഒക്കെ ഇതൊക്കെ പോട്ടെ എന്നുള്ളതായിരിക്കാം CPM-ൻ്റെ നിഗമനം. അതിനാണ് തന്ത്രിയെ പിടികൂടിയിരിക്കുന്നത്. അപ്പോൾ തന്ത്രിയോട് ചോദിച്ചപ്പോൾ തന്ത്രി പറഞ്ഞു, ദൈവതുല്യം എന്ന് പറയുന്നത് ഞാനല്ല, വേറെ ആളാണ് അദ്ദേഹം. എന്നാൽ ഞാനല്ല എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നില്ല, വേറെ ആളാണ്, വേറെ എത്രയോ പേരുണ്ട്. അപ്പോൾ വേറെ ആളിലേക്ക് വിഷയം തന്ത്രി രാജീവ് കണ്ഠരരും തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചോദ്യം കൂടെ. പണ്ട് വാസു അങ്ങനെ ആയിരുന്നു, പത്മകുമാറും അങ്ങനെ ആയിരുന്നു. അതെ, അവസാനം അവരെ തേടിയെത്തി. അതുപോലെ ഇപ്പോൾ ദേവദൂര്യരെ തേടാനായിട്ട് ഒരവസരം കൂടെ വീണ്ടും കണ്ഠരരും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, പൂജയും പരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് എൻ്റെ ജോലി, അവിടുത്തെ ആചാരങ്ങളും ഒക്കെ പാലിച്ചു കൊണ്ടുപോകുന്നതാണ് എൻ്റെ ജോലി, അല്ലാതെ ഭണ്ഡാരമോ അവിടുത്തെ മറ്റു കാര്യങ്ങളോ ആസ്തികളോ സ്വത്തോ സ്വർണമോ ഒന്നും എൻ്റെ കയ്യിൽപ്പെടുന്നതല്ല, എൻ്റെ കണക്കിൽപ്പെടുന്നതുമല്ല, എൻ്റെ മേൽനോട്ടത്തിൽപ്പെടുന്നതുമല്ല, അതെല്ലാം ദേവസ്വം ബോർഡാണ് ചെയ്യേണ്ടത്. വീണ്ടും തന്ത്രിയും ഗോള് തിരിച്ചടിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡിലേക്ക് തന്നെ പോവും, ദേവസ്വം ബോർഡിൻ്റെ ഏതറ്റം വരെ പോയാലും കിട്ടുന്നത് മേടിക്കുക എന്നുള്ളതാണ് തന്ത്രിയുടെയും നയം. പക്ഷെ സാധാരണക്കാരായ ഭക്തർ ഉൾപ്പെടെയുള്ള ചോദ്യമാണ്, തന്ത്രി അറിയാതെ അങ്ങനെ പുറത്തു കൊണ്ടുപോകാൻ അവിടെ നിന്ന് കഴിയുമോ? വാജിവാഹനം അടക്കമുള്ള തന്ത്രിയുടെ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. തന്ത്രിക്കും ഇതിനകത്ത് വ്യക്തമായ പങ്കുണ്ടാവാം. കാരണം തന്ത്രിയാണല്ലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ വേണ്ട കാര്യങ്ങൾക്കായിട്ടൊക്കെ അവിടെ നിൽക്കുന്നയാൾ. അപ്പോൾ അവിടെ നട തുറക്കുമ്പോൾ മുതൽ അവിടുത്തെ കട്ടളപ്പടി പോയിട്ടുണ്ടോ, ദ്വാരപാലകർ പോയിട്ടുണ്ടോ എന്നൊക്കെ ആദ്യം അറിയാൻ കഴിയുന്നത് ഒരുപക്ഷെ തന്ത്രിയായിരിക്കും. അത് കഴിഞ്ഞിട്ടേ പിന്നെ ദേവസ്വം ബോർഡ് മെമ്പർമാരും പ്രസിഡൻറ്റും ഒക്കെ അറിയുകയുള്ളൂ. അപ്പോൾ തന്ത്രിക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ആ ന്യായീകരണത്തിലേക്ക് പോയത് വ്യക്തമായ നുണ പറച്ചിലാണെന്ന് തന്നെ നമുക്ക് നിഗമനത്തിലെത്തേണ്ടി വരും. കാരണം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയാണ്, തനിക്കൊന്നും അറിയില്ല, എല്ലാം ദേവസ്വം ബോർഡാണ് അവിടുത്തെ. അതെ, അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട മുഴുവൻ പേരും അങ്ങനെയാണല്ലോ പറഞ്ഞത്. പത്മകുമാർ പറഞ്ഞത്, എനിക്കൊന്നും അറിയില്ല, എൻ്റെ കാലത്തൊന്നും നടന്നിട്ടില്ല, ഞാൻ വലിയ ഈശ്വരഭക്തനാണ്, എൻ്റെ കുടുംബം പോലും ഈശ്വരഭക്തരാണ്, എൻ്റെ സ്ത്രീകളെ മല ചവിട്ടാൻ ഞാൻ വിട്ടിട്ടില്ല, ബാക്കിയുള്ളവരെ ആചാരത്തിന് വിരുദ്ധമായി ചെയ്തപ്പോഴും എൻ്റെ സ്ത്രീകളെ, എൻ്റെ വീട്ടിലുള്ളവരെ മല കയറ്റാൻ വിട്ടിട്ടില്ല. വാസുവും അതുപോലെയാണ് പറഞ്ഞത്. ഏത് ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്കറിയ പോലും ഇല്ല, അങ്ങനെയുള്ള അവതാരങ്ങളെയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവസാനമാണ് ചെവി കടിക്കുന്നതും തോള് കടിക്കുന്നതും മുണ്ട് മടക്കി കുത്തുന്ന അതിന് സഹായിച്ചു കൊടുക്കുന്നതൊക്കെ ആയിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയത്. അതുപോലെ ഇതും അഴിക്കണമെന്ന് വെച്ചാൽ അതൊരു സംശയമില്ല. അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ CPM നേതാക്കളിലേക്ക് എത്തുമോ? ഇപ്പോൾ ജയറാമും തന്ത്രിയും എന്നെല്ലാം പറഞ്ഞ് ചുറ്റിക്കറങ്ങി അവസാനം അങ്ങോട്ടല്ലേ എത്തുമോ? അതെ, ജയറാമിൻ്റെ കേസിന് ഇപ്പോൾ 8-ാം തീയതി മുതൽ ഇലക്ഷൻ തീരുന്നവരെ അതങ്ങ് നിൽക്കും. അപ്പം തന്ത്രിയും അയ്യപ്പനും മോഷണവും സ്വത്ത് നഷ്ടവും സ്വർണവും എല്ലാം 8-ാം തീയതി മുതൽ 9-ാം തീയതിയാണല്ലോ തിരഞ്ഞെടുപ്പ് വരുന്നത്, പിന്നെ 11-ാം തീയതി. അപ്പോൾ 9, 10, 11 ഉള്ള വിഷയം നമ്മുടെ ദിലീപ് തന്നെ കൊണ്ടുവരും. അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോവും. അതിനിടയ്ക്ക് ഇലക്ഷനും നടത്തി പോവാം, ജനത്തിൻ്റെ കണ്ണിൽ പൊടിയിടാം എന്നുള്ളതാണ് ഒരു തന്ത്രം. രണ്ടാമത്തേത്, ഈ ദിവസങ്ങളിൽ ഇനിയിപ്പം തന്ത്രിയിലേക്ക് ഫോക്കസ് ചെയ്യാം. തന്ത്രി എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. ഇപ്പോൾ നമ്മളോട് പറഞ്ഞ പോലെ ആയിരിക്കില്ല തന്ത്രി തന്ത്രി അത് പറയുന്നുണ്ട്, എല്ലാ വിവരങ്ങളും SITയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ തന്ത്രിക്ക് എന്തോ അറിയാം, തന്ത്രിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ്. അല്ല, അത് നമുക്ക് പകൽ പോലെ വ്യക്തമല്ലേ. തന്ത്രിയല്ലേ അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തന്ത്രിയാണ് അവിടെ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുക. കാരണം തന്ത്രിയാണല്ലോ യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ വിഗ്രഹം മുതൽ അയ്യപ്പനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ മുഴുവൻ സംവിധാനങ്ങളുടെയും
ഒരു കണ്ണെത്തുക ആദ്യം എത്തുക തന്ത്രിക്ക് തന്നെയായിരിക്കും. അപ്പോൾ തന്ത്രത്തിൽ നിന്നാൽ അത് SIT വെളിയിൽ സാർ പറയുന്നത് തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ല. ഇല്ല, തന്ത്രിയുടെ തന്ത്രമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തന്ത്രം SIT പൊളിക്കും. പൊളിച്ചില്ലെങ്കിൽ ഹൈക്കോടതി പൊളിക്കും. കാരണം CPM-നും അതിനകത്ത് വലിയ വിരോധം വരാൻ വഴിയില്ല. കാരണം ഞങ്ങളുടെ ആളിലേക്ക് വരാതെ തന്ത്രിയിലോട്ട് പോയാൽ അതല്ലേ എളുപ്പം. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇലക്ഷൻ തീരുന്നവർ തന്ത്രിയും തന്ത്രിയുടെ തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കേരളം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് 8-ാം തീയതി ദിലീപും ബലാത്സംഗവും ഒക്കെ വരും. അതിൻ്റെ വിധി വരും, വിധിയെക്കുറിച്ചുള്ള ചർച്ച വരും. അങ്ങനെ 9-ാം തീയതിത്തെ തെരഞ്ഞെടുപ്പും 11-ാം തീയതി തെരഞ്ഞെടുപ്പും സുഗമമായി നടന്ന് പോവും. അതോടെ പെട്ടിയിലേക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച വോട്ടുകളൊക്കെ വീഴുമെന്നാണ് CPM വിചാരിക്കുന്നത്. പക്ഷേ അത് നടക്കില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. CPM-നെ സംബന്ധിച്ചോളം ഈ ഇലക്ഷനിൽ എന്തിട്ട് മൂടിയാലും ജനത്തിൻ്റെ മനസ്സിൽ ചുവന്ന കൊടി കാണുമ്പോൾ, അരിവാൾ ചുറ്റിയ നക്ഷത്രം കാണുമ്പോൾ ഈ ചിന്തകളൊക്കെ അയ്യപ്പൻ്റെ ഓർമ്മ വരും. പക്ഷെ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ഇപ്പോൾ പാർട്ടി തയ്യാറായിട്ടില്ല. അല്ല, അത് എരുതിയിൽ എണ്ണ ഒഴിക്കേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. പത്മകുമാറിനെ ഇനി മുറുക്കിയാൽ പത്മകുമാർ കൂടുതൽ ഈർക്കും. എത്രത്തോളം പത്മകുമാറിനെ പാർട്ടി മുറുക്കുന്നോ അത്രത്തോളം പത്മകുമാർ പാർട്ടിയെ ഈർക്കും. മേലിലോട്ട് അന്വേഷണത്തിനുള്ള വഴികൾ പത്മകുമാർ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പം തന്നെ പത്മകുമാർ ഇട്ടിട്ടുണ്ട്, ഒരു തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സൂചനയാണ്, ഇതൊരു തുമ്പാണ്. ഇനി ഞാൻ എൻ്റെ വ്യക്തമായ കാര്യങ്ങൾ പറയും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളിക്ക് കൊടുത്ത ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് കൊടുത്ത ഒരു നിവേദനം, ആ നിവേദനം എനിക്ക് കയ്യിൽ വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ചെല്ലാം വേണ്ട നടപടികൾ ഞങ്ങൾ തുടങ്ങിയത്. അതിനുശേഷമാണ് ശബരിമലയിലെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത് എന്ന് ഭംഗ്യന്തരേണ പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞു. അതൊരു സൂചനയാണ്. ഇത്രയും കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ബാക്കി പറയാനുള്ള ഇട കൊടുക്കരുത്, അല്ലെങ്കിൽ എന്നെ രക്ഷിച്ചോ എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പം സമയം ക്രമം തീരുന്നതനുസരിച്ച്, വിചാരണയുടെ സമയമൊക്കെ തീരുന്നതനുസരിച്ച് ഇനിയിപ്പം ജാമ്യം കൊടുക്കും. ജാമ്യത്തിൻ്റെ കാലാവധി ആയി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും ഇപ്പോഴത്തെ നിയമപ്രകാരം. അതുകൊണ്ട് ജാമ്യമാണ് പ്രധാനം, ജയിലല്ല എന്നുള്ള തിയറി വെച്ചിട്ട്, സുപ്രീം കോടതിയുടെ നിയമം വെച്ചിട്ട് ഇവർക്ക് എവിടെയാണ് പാർട്ടിക്ക് ഈ തിരിച്ചടി ഉണ്ടാകുന്നത്, പ്രതിരോധിക്കാൻ കഴിയാത്തത്? പ്രതിരോധിക്കാൻ കഴിയാത്തത് മറച്ചു വെക്കാൻ പറ്റുന്നതെല്ലാം മറച്ചതെല്ലാം പുറത്തായി. ഇനിയിപ്പോൾ എങ്ങനെ പ്രതിരോധിക്കും? ഇനി പ്രതിരോധിക്കാവുന്ന ഒത്തേ ഉള്ളൂ, ഇയാളാണ് കള്ളൻ, അയാളാണ് കള്ളൻ, മറ്റേയാളാണ് കള്ളൻ എന്ന് പറയുക. എന്നിട്ട് അവർ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. പിന്നെ അവിടെ പോയ സ്വർണ്ണം അതുപോലെ തിരിച്ചു വയ്ക്കും. സ്വർണം അല്ല അവിടുന്ന് പോയത് വളരെ വിലപിടിപ്പുള്ള അമൂല്യമായ അതിപുരാതനമായ കട്ടിളപ്പടിയും മറ്റ് സാധനങ്ങളുമാണ്. അതിൻ്റെ വില സ്വർണത്തിനേക്കാൾ എത്രയോ വലുതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ആണ് പോകേണ്ടത്. അല്ലാതെ അവിടുന്ന് പോയ സ്വർണമോ അതിൻ്റെ ഭവനമോ കണക്കാക്കി 1 കിലോ കൊണ്ടുവയ്ക്കാനൊന്നും ആർക്കും വിഷമമില്ല. കാരണം പാർട്ടി വിചാരിച്ചാലോ അല്ലെങ്കിൽ ആരെങ്കിലും ആൾക്കാർ വിചാരിച്ചാലോ 1, 2, 3 കിലോ വേണമെങ്കിൽ അവിടെ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ട് സ്പോൺസർമാരെയോ അല്ലാത്തവരെയോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ ഒക്കെ കിട്ടും. അപ്പം അതൊന്നും അല്ല പ്രശ്നം. സ്വർണം മാത്രമല്ല, അവിടുന്ന് മോഷണം പോയി എന്നുള്ളതാണ് പ്രശ്നം. മോഷണം പോയി എങ്കിൽ അതെങ്ങനെ? ആ പോയ സാധനം സ്വർണത്തിനേക്കാൾ മൂല്യമുള്ളതാണെങ്കിൽ അതെങ്ങനെ കൈകാര്യം ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവച്ചിട്ട് ഒറിജിനൽ അയ്യപ്പന് പകരം ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനോട് ഇരുന്നാൽ പറ്റില്ലല്ലോ. അപ്പോൾ ആ പ്രശ്നമുണ്ട്. അതുൾപ്പെടെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ദിലീപിനെ വെച്ച് അല്ലെങ്കിൽ തന്ത്രിയിലേക്ക് കടന്നുപോയി ഈ 9-നും 11-നുമുള്ള ഇലക്ഷനെ മായ്ക്കാം, ജനങ്ങളെ വെട്ടിയാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.